നമസ്കാരം. ചെങ്കോട്ട സ്ഫോടനത്തിൽ പാകിസ്ഥാനുള്ള പങ്ക് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ചെങ്കോട്ട സ്ഫോടനം ആസൂത്രണം ചെയ്തത് എന്നുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. POKയിലെ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ചൗധരി അൻവറുൽ ഹക്കാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ചൗധരി അൻവറുൽ ഹക്ക്. ബലൂചിസ്ഥാനെ വേദനിപ്പിച്ചാൽ അതിനുള്ള തിരിച്ചടി നൽകുമെന്ന് ഞങ്ങൾ നേരത്തെ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇപ്പോൾ ഇതാ ചെങ്കോട്ട മുതൽ കാശ്മീർ കാടുകൾ വരെ ഞങ്ങൾ വലിയ ആക്രമണ പരമ്പരകൾ അഴിച്ചുവിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഷഹീൻസ് അവിടെയൊക്കെ തന്നെ വലിയ സ്ഫോടനങ്ങൾ നടത്തിയിരിക്കുന്നു. ഇത് ഇന്ത്യക്കുള്ള പാകിസ്ഥാന്റെ തിരിച്ചടിയാണ്. ഇതാണ് ചൗധരി അൻവറുൽ ഹക്കിന്റെ വാക്കുകൾ. നേരത്തെ POKയിലെ പ്രധാനമന്ത്രിയായിരുന്നു ചൗധരി അൻവറുൽ ഹക്ക്. എന്നാൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ സംസാരിക്കുന്ന വേളയിലാണ് ഈ വളരെ നിർണായകമായ ഒരു മുന്നറിയിപ്പ്, ഒരു വെളിപ്പെടുത്തൽ ചൗധരി അൻവറുൽ ഹക്ക് നടത്തിയിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫോ അല്ലെങ്കിൽ സൈനിക മേധാവി അസീം മുനീറോ ഇതിനോട് വ്യക്തിപരമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഒരു പാകിസ്ഥാൻ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏറ്റവും നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. ചെങ്കോട്ട സ്ഫോടനം മുതൽ പഹൽഗാമിലെ ഭീകരാക്രമണം വരെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ സൈന്യത്തിന്റെ അറിവോടുകൂടി അവിടെയുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണമാണ് എന്ന് ചൗധരി അൻവറുൽ ഹക്ക് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ബലൂച്ച് മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ചില ഇടപെടലുകളുടെ തിരിച്ചടിയാണ് ഇത്. ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇനിയും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്നും അൻവറുൽ ഹക്കിന്റെ വാക്കുകൾ പറയുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ചില ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ താല്പര്യപ്രകാരം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്ന് പറയുന്ന ജിഹാദി ഗ്രൂപ്പുകളാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ളത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഏജൻസികളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടിയുള്ള ആസൂത്രിതമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഈ മൊഡ്യൂളിന്റെ അടിവേര് അറുക്കുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ അറസ്റ്റുകൾ ഇതിനകം തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന് കൃത്യമായ അറിവുണ്ട് എന്നുള്ളത് ഇന്ത്യക്ക് സംശയം മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതാവ് ചൗധരി അൻവറുൽ ഹക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു, പാകിസ്ഥാനിലെ ഭരണകൂടമടക്കം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ആക്രമണമാണ്. POKയിൽ നിന്ന് ഞങ്ങൾക്കിത് അറിയാമായിരുന്നു. ഞങ്ങളുടെ തീവ്രവാദ മൊഡ്യൂളുകൾ കൃത്യമായി തന്നെ ചെങ്കോട്ട മുതൽ കാശ്മീർ കാടുകൾ വരെ ഒരേ സമയത്ത് നിർത്താതെ ആക്രമണം നടത്തി. ഈ എല്ലാ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനാണ് എന്ന് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ ആരായിരുന്നാലും അതിനുള്ള തിരിച്ചടി അവർക്ക് ഉറപ്പായും ലഭിച്ചിരിക്കും. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ, അതിലെ കുറ്റക്കാരായാലും അതിന്റെ ശിക്ഷ അവർ അനുഭവിച്ചിരിക്കുക തന്നെ ചെയ്യും. കാരണം ലോകത്തിന് ഇതൊരു പാഠമാകണം. ഇനി ഇന്ത്യയെ ആരും ആക്രമിക്കാൻ തയ്യാറാകരുത്. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമുണ്ടാകണം. അത്തരത്തിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും ഇന്ത്യ നൽകുക എന്നതായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ.